ആരാണ് സൊഹറാൻ മംദാനി എന്ന് നമുക്ക് വിശദമായി നോക്കാം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ മംദാനിയാണ് ചർച്ചാ വിഷയം. ആരാണ് മംദാനി എന്നാണ് നോക്കാൻ പോകുന്നത്. മംദാനിയുടെ ചിത്രം നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം പറയേണ്ടത് നമ്മുടെ പ്രശസ്ത ഇന്ത്യൻ സംവിധായിക മീര നയ്യാരുടെ മകനാണ് സൊഹറാൻ എന്നുള്ളതാണ്. 2013 ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഇസ്രയേലിൽ നിന്ന് ഹൈഫ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രത്യേക ക്ഷണിതാവായി പങ്കെടുക്കാൻ വേണ്ടി മീരയ്ക്ക് ഒരു ക്ഷണം ലഭിച്ചിരുന്നു. പക്ഷെ അന്ന് മീര ഇസ്രയേലിന് നൽകിയ മറുപടി, നിങ്ങൾ ആദ്യം, അതായത് ഇസ്രയേൽ കെട്ടിപ്പൊക്കിയ മതിലുകൾ തകർക്കാതെ, അധിനിവേശം അവസാനിപ്പിക്കാതെ ഇസ്രയേലിന്റെ മണ്ണിലേക്കില്ല എന്നുള്ളതായിരുന്നു മീര നയ്യാരുടെ മറുപടി. ആ മീര നയ്യാരുടെ മകനാണ് സൊഹറാൻ മംദാനി. ഇനി അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ ഗുജറാത്ത് സ്വദേശിയാണ് പ്രൊഫസർ മെഹമൂദ് മംദാനി. കൊളംബിയ സർവകലാശാലയിലെ അധ്യാപകനാണ് അച്ഛൻ. ഇപ്പോൾ ആന്ത്രപ്പോളജിയും പൊളിറ്റിക്കൽ സയൻസും ആഫ്രിക്കൻ സ്റ്റഡീസും അവിടെ പഠിപ്പിക്കുന്നു. കൊളംബിയ സർവകലാശാലയ്ക്ക് പുറമെ കമ്പാല അന്താരാഷ്ട്ര സർവകലാശാലയിലെ വൈസ് ചാൻസലർ കൂടിയാണ് മംദാനിയുടെ അച്ഛൻ. മെഹമൂദ് മംദാനി മകന് നൽകിയ പേര് സൊഹറാൻ ക്വാമെ മംദാനി എന്നാണ്. ആ പേര് നൽകാൻ ഒരു കാരണമുണ്ട്. ഘാനയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയും അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റുമായ ക്വാമെ ക്രുങ്കോമോയുടെ പേരാണ് മകന് നൽകിയത്. ഈ കാണുന്ന പോലെ 2015 മംദാനി സജീവമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. 2 വർഷം കഴിഞ്ഞ് 2017 ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക എന്ന പ്രധാനപ്പെട്ട സംഘടനയിലെ അംഗമായി മാറുന്നു. ഓർക്കേണ്ട ഒരു കാര്യം, പല രാഷ്ട്രീയ വിഷയങ്ങളിലും, ഇന്ത്യയിലടക്കം നടക്കുന്ന പല രാഷ്ട്രീയ വിഷയങ്ങളിലും നിലപാട് പറഞ്ഞിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനെതിരെ പരസ്യമായ പ്രതിഷേധമൊക്കെ മംദാനി സംഘടിപ്പിച്ചിരുന്നു. ഹിന്ദു വർഗീയതയ്ക്കെതിരെ കൃത്യമായി നിലപാട് പറഞ്ഞു പോയിട്ടുണ്ട് എന്നും സൊഹറാൻ. നോക്കൂ, ന്യൂയോർക്കിലെ സംസ്ഥാന അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് സൊഹറാൻ മംദാനിയുടെ പ്രായമെന്ന് പറയുന്നത് വെറും 29 വയസ്സാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥിയായി പ്രൈമറി ജയിച്ചത് ഇന്നലെയാണ്. അപ്പോൾ ന്യൂയോർക്ക് സിറ്റിയുടെ മുൻ മേയറായിരുന്ന മേയറെ തോൽപ്പിച്ചാണ് പ്രൈമറിയിൽ ജയിച്ചത്. സിറിയൻ വംശജയായ ചിത്രകാരി റാമ ദുവാജിയാണ് സൊഹറാന്റെ ഭാര്യ. ഈ വരുന്ന നവംബർ 4 അമേരിക്കയിലെ ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി കർട്ടിസ് ഇസ്ലിവ ആയിരിക്കും എതിരാളിയായി വരിക. ഈ തെരഞ്ഞെടുപ്പിൽ മംദാനി ജയിച്ചാൽ നോക്കൂ, ആദ്യത്തെ മുസ്ലിം, ആദ്യത്തെ ഏഷ്യൻ, വേണമെങ്കിൽ ആദ്യത്തെ മില്ലേനിയൽ മേയറായി സൊഹറാൻ മാറാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ. അതെന്തുകൊണ്ടാണ് എന്ന് കൂടി നോക്കേണ്ടതുണ്ട്. ഞാൻ ഇന്ത്യൻ വംശജനാണ് എന്ന് നമ്മൾ പറഞ്ഞു, പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയധികം ചർച്ച? അതിൽ മംദാനിയും മോദിയുമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. മേയർ ആകാനുള്ള പ്രൈമറി മത്സരത്തിൽ മംദാനിക്ക് മുന്നിൽ ഒരു ചോദ്യം വന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാഡിസൺ സ്ക്വയറിൽ വന്നാൽ അതിൽ പങ്കെടുക്കുമോ? 3 സ്ഥാനാർത്ഥികളാണ് പ്രൈമറിയിൽ ഉണ്ടായിരുന്നത്. 3 പേരോടും ഒരേ ചോദ്യമാണ് ചോദിച്ചത്. 3 പേരും ആ പരിപാടിയിൽ, അതായത് മോദി പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് തന്നെ ഉത്തരം പറഞ്ഞു. പക്ഷേ താൻ എന്തുകൊണ്ടാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാത്തതെന്ന് മംദാനി വിശദീകരിച്ച് തന്നെ പറഞ്ഞു. കേൾക്കാം. Modi is holding a rally in Madison Square Garden. He wants to hold a joint press conference with you afterwards, reaffirming the strong bond between India and New York. Do you agree to the event? No. All right, Mr. Stringer? No. And Mr. Mamdani? No, and I just want to say something here, which is that my father, his family comes from Gujarat in India, and his family is Muslim, I'm Muslim, and Narendra Modi helped to orchestrate what was a mass slaughter of Muslims in Gujarat, to the extent that we don't even believe there are Gujarati Muslims anymore. And when I tell someone that I am, it's a shock to them that is even the case. And this is someone who we should view in the same manner that we do Benjamin Netanyahu. This is a war criminal. And speaking... ഇപ്പം കടുത്ത മോദി വിരോധിയാണ് മംദാനി എന്ന വാക്കുകൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. എന്തുകൊണ്ട് മോദി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നും അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മേയർക്ക് എന്താണ് കാര്യമുണ്ട്. പഴയ കുത്തിപ്പൊക്കൽ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരം മേയറായി ആര്യ രാജേന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മംദാനി അഭിനന്ദിച്ച് ട്വീറ്റ് ചെയ്തത്, ഇപ്പോൾ ഇങ്ങനെയുള്ള മേയറിനെയാണ് ന്യൂയോർക്കിന് ആവശ്യമെന്ന അടിക്കുറിപ്പോടുകൂടിയായിരുന്നു അന്നത്തെ മംദാനിയുടെ ട്വീറ്റ്. പുതുച്ചേരി CPM ഘടകത്തിന്റെ ട്വീറ്റ് ആയിരുന്നു അന്ന് മംദാനി പോസ്റ്റ് ചെയ്തത്.